ഡി ജി പിമാരുടെ, അതായത് നമ്മുടെ ഡി ജി പി കസേരയിലേക്ക് ഷെയ്ഖ് ദർവേഷ് സാഹിബ് പോകുമ്പോൾ ആരെ പിടിച്ചിരുത്തണം എന്നുള്ളതായിരുന്നു ഇതുവരെ ചർച്ച. അപ്പോൾ ഈ ചർച്ച നടക്കുന്നതിനിടയിൽ എം.ആർ. അജിത് കുമാറിനായിരുന്നു പ്രയോറിറ്റി സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. മൂപ്പരെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിന് കത്ത് വരെ കൊടുത്തു എന്നുള്ളതാണ് വിവരം. പക്ഷേ എന്താ പറയുക, കേന്ദ്രം കടുംവെട്ട് വെട്ടി. അപ്പോൾ എനിക്ക് ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇതുവരെ എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് പെട്ടെന്ന് ഒരു ദിവസം എം.ആർ. അജിത് കുമാറിനോടുള്ള സ്നേഹമൊക്കെ കുറയുന്നുണ്ട്. പ്രജിത, ഇതിനകത്ത് നമ്മൾ പറയുന്ന ഈ വിഷയം എന്ന് പറയുന്നത് നിതിൻ അഗർവാളിനെയും റവാഡ ചന്ദ്രശേഖരനെയും യോഗേഷ് ഗുപ്തയെയുമാണ് ഈ പറയുന്ന UPSC തീരുമാനമെടുത്ത് അയച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് മുഖ്യമന്ത്രി കൊടുത്ത പേരുകൾ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, ബഹുമാനപ്പെട്ട എം.ആർ. അജിത് കുമാർ, ദെൻ മനോജ് എബ്രഹാം, പിന്നെയുണ്ട് ഒരാളും കൂടെ. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേരുകൾ കൊടുക്കുമ്പോൾ ഇവരെയൊക്കെ പേരുകളിൽ നിന്ന് 3 പേരെ ഫിൽട്ടർ ചെയ്തെടുത്തു. അപ്പോൾ പ്രജിത ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് തന്നെ വരാം. അജിത് കുമാറിനെ കൈവിട്ടോ? അജിത് കുമാറിനെ കൈവിടാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിനകത്തൊരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ, അജിത് കുമാറിന് കൊടുത്തിരുന്ന ഒരു ഷുവർ എന്ന് പറയുന്നത് UPSCയിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ പേരയച്ചു, ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു, കട്ട അവിടുന്ന് വന്നതാണ്, സാദരം ക്ഷമിക്കും. സിമ്പിൾ, വെരി സിമ്പിൾ. ഇപ്പൊ എനിക്കും കൂടെ വിശ്വാസമുള്ള ഒരു സ്ഥാപനത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, എനിക്ക് എൻ്റെ ഏത് ഉടായ്പിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഞാനൊരു സംഗതി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അവസാന നിമിഷം വരെ ഞാൻ സംഗതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു ഉദ്യോഗ പ്രവേശനം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അവസാനം വരെ ഞാൻ ഇടിച്ചു, പക്ഷെ ചെന്ന് തട്ടി അവസാനം വീണു. അപ്പം ഞാൻ അവനോട് കാര്യകാരണ സഹിതം വ്യക്തമാക്കി, ഞാനിതാ ഇത്രയും വരെ പോയി, തട്ടി വീണത് പച്ചലയും കത്തിരിയും പോലെ, ഇതാണ് സത്യം. അവന് ബോധ്യമായാൽ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ബോധ്യമാക്കി. UPSC ഇതൊരു ഗെയിമായിരുന്നു, ഇതൊരു നല്ല A ക്ലാസ് ഗെയിമായിരുന്നു. കാര്യം ഞങ്ങൾ ചെയ്യാനുള്ള കർമ്മം ഞങ്ങൾ ചെയ്തു. അവിടെ ഇനി എം.ആർ. അജിത് കുമാറിനെ ചോദിക്കാനുള്ള ഇനി വോയിസ് ഇല്ല. ഇവിടെ മുതൽ ഇനി ദ ഗെയിം, ആ കളി ആരംഭിക്കുക സർക്കാരിന്. എങ്ങനെ? ഇതുവരെ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാരിനുണ്ടായിരുന്നു. അത് ഈ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും മുന്നേ വെളിയിച്ചാവും. അതെങ്ങനെ? പൂരം കലക്കിയത് അല്ലേ? 1 പൂരം കലക്കിയത്, 2 പറയുന്ന RSS നേതാക്കളെ കാണാൻ പോയത്. അതായത് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളിലും, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത്, ഇതിൻ്റെ എല്ലാം ഉത്തരം അവസാനം ഈ സർക്കാർ കൈയൊഴിഞ്ഞ് ക്ലീൻ ചിറ്റ് കൊടുത്തതല്ലേ അദ്ദേഹത്തിന്. ഈ ക്ലീൻ ചിറ്റൊക്കെ മാറാൻ സെക്കൻഡുകൾ വേണ്ട. അതാണ് രാഷ്ട്രീയം, അതാണ് രാഷ്ട്രീയം. നമ്മൾ പറഞ്ഞില്ലേ, 2 ദിവസം മുന്നേ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ട് പരിചയമുള്ള ആൾക്കാരെ, ഹിന്ദിക്കാരല്ലാത്ത ആൾക്കാരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും CPM പോട്ട് കോൺഗ്രസ് പോട്ട് DGP ആയിട്ട് വെക്കുന്നില്ല? എന്തുകൊണ്ട് വെക്കുന്നില്ല? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കരുണാകരന് ശേഷവും AK ആന്റണിക്ക് ശേഷവും നമ്മൾ കണ്ടില്ല. ആകെ കുറച്ച് നാള് TP സെൻകുമാർ മാത്രമാണെന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽ ഞാൻ ഈ പറയുന്ന പോലീസ് പോസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ പത്രത്തിലൊക്കെ ജോലി ആയതിനു ശേഷമാണ്. എനിക്ക് തോന്നുന്നു പ്രീത പറഞ്ഞ പോലെ സെൻകുമാറോ മറ്റോ അത് ADGP ആയിരുന്നു, അതിൽ DGP ആയിരുന്നിട്ടുണ്ടാവാം. അത് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ നോക്കിയിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ ആണ് DGP നോക്കുന്നത്. എനിക്ക് തോന്നുന്നു സെൻകുമാർ കുറച്ച് നാള് നോക്കിയിരുന്നു. ബാക്കി എല്ലാം ഹിന്ദിക്കാരെയാണ് ഇവർ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം ഭാഷ പോലും വ്യക്തമാവില്ല. പിന്നെ എങ്ങനെ വേണമെങ്കിൽ DGP ക്യാബിനകത്തിരിക്കുമ്പോൾ പുറത്ത് പോലീസുകാർ ചീത്ത വേണമെങ്കിൽ വിളിച്ച് സംസാരിച്ച പോലും അറിയില്ല. അയാളെ ചീത്ത വിളിച്ച് പറഞ്ഞ് സംസാരിച്ച പോലും പോലീസുകാർ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പരിഭാഷപ്പെടുത്തിയാലേ DGPക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ ഞാനത് തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിൽ ഭാഷ അറിയാത്ത ആൾക്കാരാണ് ഇവർക്ക് വേണ്ടത്. പത്മകുമാറിനെ ഇവരിരുത്തിയില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഭാഷ ഒരു വിഷയമായി. ഭാഷ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, പത്മകുമാറിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ആളാണ്. തിരുവനന്തപുരത്ത് ഞാൻ കേട്ടില്ല, പത്മകുമാർ CPM-മായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്. ടോമിൻ ജെ തച്ചങ്കരി CPM-മായി ഏറ്റവും അടുത്ത് നിന്ന ആളാണ്. എറണാകുളത്തുകാരൻ ഏറ്റവും നമ്മളെ മാമംഗലം ഭാഗത്തെ കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ, മാമംഗലം തമ്മനത്തെ കണ്ടിരുന്ന സാറിൻ്റെ വീട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്നവരെ ആരും, ഒരു രാഷ്ട്രീയ പാർട്ടി നല്ല കോൺഗ്രസുമായി അടുത്ത് നിൽക്കുന്ന ആരെയും ഫലത്തിൽ അടുപ്പിക്കില്ല. ഇപ്പോൾ ഇതിലിപ്പോൾ യോഗേഷ് ഗുപ്തയുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം ഇവിടുന്ന് ED-യിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നിതിൻ അഗർവാളാണ് 1ാമത് നിൽക്കുന്നത്. നിതിൻ അഗർവാളാവും, റവാഡ ആവാനുള്ള സാധ്യത. ലിസ്റ്റിൽ ആദ്യം മുതൽ അങ്ങനെ തന്നെയായിരുന്നല്ലോ, ഈ 3 പേരായിരുന്നല്ലോ 1, 2, 3 എന്ന് പറഞ്ഞുള്ളത്. അതെ, അതിന് വെട്ടാനായിരുന്നു ശ്രമം നടത്തിയത്. അതെ. ഇപ്പൊ ഏതായാലും സർക്കാർ ഇവിടുന്ന് ചെയ്യേണ്ട കാര്യം ചെയ്തു.
UPSC വെട്ടി, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അജിത് കുമാർ അടുത്ത ഭരണം വരുമ്പോൾ ചിലപ്പോൾ ഒരു DGP റാങ്ക് ആയിരിക്കും, പക്ഷേ ചിലപ്പോൾ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ കൂറ് കാണും. അതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇല്ല, ഉദ്യോഗസ്ഥരൊന്നുമല്ല. രാഷ്ട്രീയമാണ് ഇതിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പൂരം കലക്കലിൻ്റെ എല്ലാ റിപ്പോർട്ടും പുറത്തു വരും. ഈ പറയുന്ന ഇത്രയും കാലം ഈ പറയുന്ന ഇടതുപക്ഷത്തിനകത്ത് CPIയും ബാക്കി ഘടകകക്ഷികളും എല്ലാം കിടന്ന് ചക്കളത്തിൽ പോര് നടത്തിയതിൻ്റെയൊക്കെ ആൻസർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദാ കൊടുക്കുന്നു. പിണറായി വിജയൻ രക്ഷപ്പെടുന്നു. രാഷ്ട്രീയമായ ഉത്തരം ദാ നൽകുന്നു. അത് പഞ്ചായത്ത് ഇലക്ഷന് മുന്നേ ആകാം, അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷന് മുന്നേ ആകാം. അങ്ങനെ ഒരു ഉത്തരം കൊടുക്കുന്നതോടുകൂടി സർക്കാരിന് ക്ലീൻ ചീറ്റ് ആകുന്നു. അടുത്ത നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണേ, ഞങ്ങളെല്ലാം രക്തസാക്ഷി ആവുമോ? രക്തസാക്ഷി ആകാനുള്ള സാധ്യത അല്ല, രക്തസാക്ഷി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്യോഗസ്ഥ തലത്തിൽ വ്യക്തിത്വമാകുമോ? അതെ, കളങ്കിത വ്യക്തിത്വമാണ് ഒരല്പം മാറ്റി നിർത്തി എന്നുള്ള പ്രതിച്ഛായ ഉണ്ടാക്കുകയും അത് വെച്ചിട്ട് സർക്കാർ ഇനിയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വീമ്പിളക്കാനുള്ള ഒരു നീക്കമാണ്. അല്ല, കളങ്കിത വ്യക്തിത്വം ഒന്നും അങ്ങനെയല്ല. കാര്യം മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുന്ന PK എബ്രഹാം, ഈ എബ്രഹാം ഉണ്ടല്ലോ, നമുക്കിപ്പം ഫിനാൻസിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന എബ്രഹാം, അദ്ദേഹം എന്തോ ഭയങ്കര ഒരു കേസും കാര്യങ്ങളൊക്കെ. എത്ര നാളെ ഇപ്പൊ കേസ് ഇവിടെ CBI അന്വേഷണം വരെയായി. എന്താ അത് കളങ്കിത വ്യക്തിത്വമല്ലേ? 3000-ലധികം ഉദ്യോഗസ്ഥരല്ലേ കളങ്കിത വ്യക്തിത്വം. അപ്പൊ പിന്നെ MR അജിത് കുമാറിന്റെ കാര്യത്തിൽ തദ്ദേശ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ സംഭവിക്കുന്നത് അല്ല, അദ്ദേഹത്തിന് സസ്പെൻഷനോ കാര്യങ്ങളൊന്നും കിട്ടാൻ സാധ്യല്ല. അജിത് കുമാറിന് തെറ്റ് പറ്റി, ഇനി മുഖ്യമന്ത്രി ഒപ്പിട്ടാൽ മതി. ദർവേഷ് സാഹിബിന്റെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഒപ്പിട്ടാൽ മാത്രം മതി. ആ ഒപ്പ് അദ്ദേഹം ഇട്ടാൽ മാത്രം മതി. അദ്ദേഹം ഒപ്പിടുമ്പോൾ എന്ത് സംഭവിക്കുമ്പോൾ അദ്ദേഹം തെറ്റുകാരനായി. അദ്ദേഹത്തിന് തെറ്റുകാരനായ ഒരാളെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുമോ അതിന് ഭരണതലത്തിൽ അവർ ചർച്ച നടത്തും. IPS തലത്തിൽ ചർച്ചയുണ്ടാകും, ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചയുണ്ടാകും, മന്ത്രിമാർ തലത്തിൽ ചർച്ചയുണ്ടാകും. ഇദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുക്കണോ വേണ്ടേ? കാര്യം എല്ലാം 10 മാസം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. 10 മാസമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ അതിനൊരു തീരുമാനമാവും. കാര്യം അടുത്ത 5 ആ തീരുമാനം എന്തായാലും അങ്ങനെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോഴാണെങ്കിൽ അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണെങ്കിലും ഏത് രീതിയിലാണ്, പ്ലസ് ആണ് മൈനസ് ആണെങ്കിലും അത് സർക്കാരിനെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ ആയിരിക്കുമല്ലോ. അല്ല, അത്രയ്ക്കും ജനം ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല. 10 കൊല്ലം ഭരിച്ചു. 9ാമത്തെ കൊല്ലം 9.5 വർഷം കഴിയുമ്പോൾ ഈ 1.5 കൊല്ലം ഒരു ദേശത്തിന്റെ വികാരത്തിനെ മാനിക്കാതെ അവരെയൊക്കെ എടുത്ത് പറഞ്ഞതിനെയൊക്കെ എടുത്ത് ഭരണത്ത് വെച്ച് കേട്ടിട്ട് കേൾക്കാത്ത കണക്കൊരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലേ, പണ്ട് കരുണാകരൻ ഇതുപോലെ എത്ര ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ കരിയർ പോയിട്ടുണ്ട്, രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന് പോയിട്ടുണ്ട്. അതേപോലെ പിണറായി വിജയൻ സംഭവിക്കും. അതേ ഉള്ളൂ ഇതിൽ ബാക്കി നമുക്ക് പറയാനായിട്ട്. കാര്യം ഇങ്ങനെ ഒരു കാര്യം പൊളിറ്റീഷ്യൻ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഈ നമ്മുടെ രാഷ്ട്രമീമാംസയിൽ അല്ലെങ്കിൽ പാർലമെന്ററി തരത്തിൽ മന്ത്രി കഴിഞ്ഞേ ഉള്ളൂ, അല്ലെങ്കിൽ മന്ത്രി കഴിഞ്ഞേ ഉള്ളൂ ഉദ്യോഗസ്ഥൻ. IAS എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IPS ആയിരുന്നാലും മന്ത്രി പറയുന്നത് കേൾക്കാനാണ്, ഒബേ ദ ഓർഡർ, അതിനാണ് നിർത്തിയിരിക്കുന്നത്. അതല്ലാതെ അവരൊക്കെ മേറിക്കളി ഭരിക്കാനല്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ. 2ാമത് കൊല്ലമായപ്പോൾ വല്ല കീഴും കിഴക്കും ഉണ്ടാകുന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ആശാ വർക്കർമാരെ സമരം എന്തിനാ ഇത്ര നീട്ടിക്കൊണ്ടു പോകണത്? എന്തിനാണ് ഇത്ര ബലം പിടിക്കുന്നത്? ഇത് കിട്ടിയില്ലേ നിലമ്പൂര്? ഇത്രയും നേരം നമ്മൾ രാഷ്ട്രീയ ഒരല്പ വിഷയം മാറിപ്പോവാണ്. ഇത്രയും സമയം നിലമ്പൂർ ഇലക്ഷനിൽ ഇന്നിപ്പോൾ CPM കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുക. ഈ കമ്മിറ്റി പുറത്തു വരുമ്പോൾ ആശാ വർക്കർമാരെ സമരം എന്തുകൊണ്ട് സർക്കാർ കണ്ടില്ല എന്ന് ഒരു ചോദ്യം ഉണ്ടാവുകയാണെങ്കിൽ നാളെ ഒരു 5 സ്റ്റാർ മുട്ടായി ഞാൻ വാങ്ങിച്ചു. ഇതിൽ ഈ ഇരിക്കുന്ന കമ്മിറ്റിക്കകത്ത് ഒരാൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയമായി എന്നൊരു വാർത്ത ഞാനോ നിങ്ങളോ കേട്ടാൽ, അത് കേട്ടാൽ മതി. നിങ്ങൾ ഡിസിഷൻ പറയണം. കേട്ടാൽ ഞാൻ ഈ പറഞ്ഞ ഒരു മുട്ടായി നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു. അത് ഇത്രയും നടന്ന സമ്മേളനങ്ങളിൽ ഒന്നും കേട്ടില്ല. പിന്നെ ഓരോ സംസ്ഥാന കമ്മിറ്റിയിലും, സമ്മേളനമല്ല കമ്മിറ്റി, ഒരു കമ്മിറ്റിയിലും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ വിഷയം മാറിയതല്ല. നമ്മൾ വീണ്ടും പോലീസ് ഓഫീസേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുന്നു. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ദർവേഷ് സാഹിബ് 34 ഇറങ്ങും. സാധാരണ രീതിയിൽ സർക്കാരിൽ ഒരു ഉദ്യോഗസ്ഥൻ, ഈ കൺസേൺ ഉദ്യോഗസ്ഥൻ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം സർക്കാർ പ്രഖ്യാപിക്കും, ഇതാണ് നമ്മുടെ പോലീസ് മേധാവി. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏത് പേരുകാരനാണ്. ഏത് പേരുകാരനാലും ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ വെട്ടിമാറ്റപ്പെട്ട 2 പേരുകൾ, അതിൽ മനോജ് എബ്രഹാമിന് ഇനി അവസരമുണ്ട്. 2030 വരെ എങ്ങാണ്ട് അദ്ദേഹത്തിന് ഉണ്ട്. ഇവർക്ക് 2 പേർക്കും ഓരോ കൊല്ലം ഇതേ സർവീസ് ഉള്ളൂ. ഇതിൽ മനോജ് എബ്രഹാമിന് വരുന്ന സർക്കാർ അവസരം കൊടുത്തേക്കാം, അല്ലെങ്കിൽ എവരാണെങ്കിൽ ആരായാലും. നമുക്ക് നോക്കാം, നമ്മൾ ഈ പറഞ്ഞ രാഷ്ട്രീയ നീക്കമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം.